ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുരിങ്ങയില വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരടിപൊളി തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും അറിയായിരിക്കും ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന്. പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇടുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ മുരിങ്ങയിലയൊക്കെ ഒന്ന് പറിച്ച് വെച്ചിട്ടുണ്ട്. റെസിപ്പി തയ്യാറാക്കുന്നത് നമ്മുടെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മുരിങ്ങയില നുള്ളിയിടാം കേട്ടോ. അതിൻ്റെ തണ്ടെന്ന് ഇതേപോലെ തന്നെ അടർത്തിയിടാം കേട്ടോ. അങ്ങനെ മുഴുവൻ ഇലയും ഇതേപോലെ തന്നെ നമുക്ക് അടർത്തിയെടുക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ ഒരു ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് 2-3 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെറുതായി മുറിച്ച വലിയ ഉള്ളിയില്ലേ, അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. വലിയ ഉള്ളി ഒന്ന് വയന്ന് വരുന്ന ഒരു ടൈമിൽ നമുക്കിതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും ഒന്ന് വയന്ന് വന്നതിന് ശേഷം നമ്മുടെ തേങ്ങയില്ലേ ചിരകി വെച്ചിരിക്കുന്ന അതുകൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. 1-2 മിനിറ്റൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ മതി. നന്നായിട്ട് ബ്രൗൺ കളർ ആവേണ്ടതില്ല. ഇനി നമുക്ക് ഇല ഇടാം. അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഇല ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇല ഉണ്ടെങ്കിൽ കുറച്ച് വാടിയതിന് ശേഷം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അതിന് മാത്രം ഇല ഇല്ലാത്തത് കൊണ്ട് ഒന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. മുരിങ്ങയില ഒരുപാട് ടൈമൊന്നും വേവണ്ട. ഒരു 2-3 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തന്നെ മുടിക്കും കണ്ണിനും അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു തോരൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് ഒന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതായ മുരിങ്ങയില തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങനെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു ഇലക്കറിയാണ് കേട്ടോ. അങ്ങനെ നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.